ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് യൂണിവേഴ്സിറ്റി സിറ്റിയുടെ പാട്ട് കേട്ടോ. ഇതൊക്കെയാണ്. ഇത് പള്ളിയാ, ബാക്കിയുള്ള ലൈബ്രറി. പള്ളിയല്ല, ഒന്നേ പള്ളിയുള്ളൂ, ബാക്കി ലൈബ്രറിയും യൂണിവേഴ്സിറ്റിയുടെ. അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണോ ഈ കാണുന്നത്? ലെഫ്റ്റ് കാണുന്നത് പലതും യൂണിവേഴ്സിറ്റി കോളേജും കാര്യങ്ങളും. ഭയങ്കര വലുതാ. ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റി. ഇത് രാത്രി കാണണം, ഇപ്പോഴല്ല, രാത്രിയിലാ കാണുന്നത്. ഗവൺമെന്റ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നല്ലേ? ദുബായിലെ മുട്ട പപ്സാണ്. ദുബായിലെ ചായ കാണാൻ ഇതാ നമ്മൾ പറഞ്ഞ ഇവാൻ ബത്തൂത്ത മാളിന്റെ എൻട്രൻസ് അല്ലേ? നമ്മൾ പോവേ. ഇതാണ് മാള്. നമ്മുടെ ദുബായ് ട്രിപ്പിന്റെ 5ാം ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് ഇബാൻ ബത്തൂത്ത മാളിലേക്കാണ്. ദുബായിലെ ഷെയ്ഖ് സയ്യിദ് റോഡിലുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് ഇബാൻ ബത്തൂത്ത മാൾ. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന മാളുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രൂപഘടനയുള്ള ഒന്നാണിത്. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തീം ഷോപ്പിംഗ് മാളുകളിൽപ്പെട്ട ഒന്നാണ് ഇബാൻ ബത്തൂത്ത മാൾ. ഈ മാളിൻ്റെ മുകൾ ഭാഗത്തുള്ള ഭിത്തിയെല്ലാം നല്ല രീതിയിൽ ചിത്രപ്പണികൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ആകാശത്തിൻ്റെ മാതൃകയിലുള്ള പെയിൻറ്റിംഗ് വർക്കുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം വളരെ ഗംഭീരമായൊരു അനുഭവമാണ് തരുന്നത്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന മാളുകളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഇബാൻ ബത്തൂത്ത മാൾ. 2005 തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ച ഈ മാളിൽ ഏതാണ്ട് 300-ലധികം സ്റ്റോറുകളുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ മൊറോക്കൻ സഞ്ചാരിയും പരിവേഷകനും പണ്ഡിതനുമായ ഇബാൻ ബത്തൂത്തയുടെ പേരിലാണ് ഈ മാൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹം സന്ദർശിച്ച വിവിധ രാജ്യങ്ങളിൽ നിന്നും 6 രാജ്യങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാൾ നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡലൂസിയ, ചൈന, ഈജിപ്റ്റ്, ഇന്ത്യ, പേർഷ്യ, ടുണീഷ്യ തുടങ്ങിയവയാണ് ഈ രാജ്യങ്ങൾ. ഡൽഹി പ്രൈവറ്റ് സ്കൂളിനും വിഞ്ചസ്റ്റർ സ്കൂളിനും സമീപത്തായിട്ടാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ദുബായ് മെട്രോയിൽ നമുക്ക് ഇബൻ ബത്തൂത്ത എന്നൊരു സ്റ്റേഷൻ കൂടിയുണ്ട്. മെട്രോ വഴി നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഈ മാളിൽ നമ്മൾക്ക് ഇന്ത്യയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആനഘടികാരത്തിൻ്റെ പ്രവർത്തനക്ഷമമായ ഒരു പകർപ്പ് കാണാൻ സാധിക്കും. മധ്യകാല ഇസ്ലാമിക എഞ്ചിനീയർ ഇസ്മായിൽ അൽ ജസാരി 1206 കണ്ടുപിടിച്ച ജലഘടികാരത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു ഈ ആനഘടികാരം. കൂടാതെ നമുക്ക് ചൈന കോട്ടിൽ ഷെങ്ഹെയുടെ കപ്പലിൻ്റെ ഒരു ചെറിയ ജങ്കിൻ്റെ പകർപ്പും കാണാൻ സാധിക്കും. ഷെങ്ഹെ ആദ്യകാല മിഗ് രാജവംശത്തിലെ ഒരു ചൈനീസ് അഡ്മിറലും നയതന്ത്രജ്ഞനുമായിരുന്നു. ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഡ്മിറലായിട്ടും ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ ദുബായിലോട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ ഇബാൻ ബത്തൂത്ത മാൾ. ഇത് നമ്മൾക്ക് വ്യത്യസ്തവും അതിമനോഹരമായ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇത് വമ്പ സെറ്റപ്പാട്ടോളിയാ. ഇതെന്താണ് തീം? ഇതാണ് ഈജിപ്റ്റ്.
ഓരോ വീക്ഷണങ്ങളാണ് ആളുകളുടെ. എനിക്ക് ഷർട്ട് കാര്യങ്ങളെല്ലാം മേടിക്കണം. വാങ്ങിക്കണം. ജിയോടാണ് അടിപൊളിയാ. ഷർട്ട് ടീഷർട്ട് റൗണ്ട് അല്ല അടിപൊളി ഷർട്ട്. ഇറാൻ ഇറാനിൻ്റെ മാതൃകയിലുള്ള ഏതാണ് മലബാർഗോൾഡൊക്കെ 3-4 ബ്രാഞ്ചാണ് അവിടെ മാത്രം. ഒരു രക്ഷയിലാട്ടോ മോനെ. ലൈറ്റ് ഉണ്ട് ലൈറ്റ്. ഇന്ത്യ താജ്മഹലാണ്. വാവ്, ഇത് എല്ലാം കാണാനോട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ദുബായിലെ ഇബാൻ ബത്തൂത്ത മാളിലെ കാഴ്ചകളും വിശേഷങ്ങളും. നമ്മുടെ ദുബായ് യാത്രയുടെ വീഡിയോസ് എല്ലാം ഞാനൊരു പ്ലേലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.